സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പരാമർശിക്കാതെ സിപിഎമ്മിന്റെ റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എം.വി. ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിക്ക് കാരണം. ചില നേതാക്കളുടെ നാമദോഷം വിനയായെന്നും പരാമർശം. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ജെഡിഎസ് കേരള ഘടകം. ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിക്കും. സംസ്ഥാന ഘടകം എൽഡിഎഫിനൊപ്പം തന്നെ. കോൺഗ്രസ് ഇതര ബിജെപി വിരുദ്ധ നയം സ്വീകരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ്. തലശ്ശേരി കൊടക്കളത്ത് ബോംബ് പൊട്ടി 80കാരൻ മരിച്ചു. കൊടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. ബോംബ് പൊട്ടിയത് വീട്ടുപറമ്പിൽ തേങ്ങ പെറുക്കുന്നതിനിടെ ലഭിച്ച വസ്തു തുറന്നപ്പോൾ. സ്റ്റീൽ ബോംബെന്ന് പ്രാഥമിക നിഗമനം. നീറ്റ് വിവാദം പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരീക്ഷാ നടത്തിപ്പിൽ അട്ടിമറിയുണ്ടായത് അത്യന്തം ഗൗരവതരമായ വിഷയം. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും മുഖ്യമന്ത്രി. ജി സുധാകരനെതിരെ എച്ച് സലാം എം.എൽ.എ. ജി സുധാകരൻ ചെയ്ത പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണം. ഗൗരിയമ്മ പോകാനുള്ള മൂല കാരണം ആരെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാമെന്നും വിമർശനം. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. പാലക്കാട് വിഷം കടിച്ച് ചികിത്സയിലായിരുന്ന കർഷകൻ മരിച്ചത് പുതുശ്ശേരി വടക്കേത്തറ സ്വദേശി രാധാകൃഷ്ണൻ. ഈ മാസം 5-നാണ് വിഷം കഴിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ. പാർപ്പിട പദ്ധതികൾക്ക് കോളനി, ഊര്, സങ്കേതം എന്നിവ ഒഴിവാക്കി ഉത്തരവിറക്കി സർക്കാർ. പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകൾ. പ്രാദേശിക താൽപര്യമുള്ള കാലാനുസൃതമായ പേരും ഉപയോഗിക്കാമെന്ന് ഉത്തരവിൽ. കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 300ഓളം പേർക്ക് ഛർദിയും വയറിളക്കവും. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധ. ഫ്ളാറ്റിലെ വാട്ടർ ടാങ്ക് വെള്ളത്തിൽ ഈ കോളി സാന്നിധ്യമെന്ന് സംശയം. പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഭർത്താവ് റോബർട്ട് വദ്ര. സമയമാകുമ്പോൾ താനും അവർക്ക് പിന്നാലെ പാർലമെന്റിലേക്ക് എത്തുമെന്നും റോബർട്ട്. മത്സരിക്കാനുള്ള ആഗ്രഹം നേരത്തെയും വദ്ര പ്രകടിപ്പിച്ചിരുന്നു. So my thought was definitely that I would like to see her in Parliament, and as everybody demanded that that you should be, for me to be in Parliament, I always maintained that I would like to see Priyanka in Parliament before me, and then I can follow whenever is the right time. But I'm very happy that she's going to be fighting from Wayanad, and I hope the people give her a very good mandate. കേരളത്തിൽ സിപിഎമ്മിന്റെ പ്രകടനം അതീവ നിരാശാജനകമെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടിക്ക് സ്വാധീനമില്ലാത്തിടത്ത് സീറ്റുകൾ നേടിയപ്പോൾ കേരളത്തിൽ ഒന്നിലൊതുങ്ങിയെന്നും വിമർശനം. പരാമർശം ദേശീയ തലത്തിലുള്ള അവലോകന റിപ്പോർട്ടിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണ വിജയനും CMRLനും നോട്ടീസ്. ഹൈക്കോടതി നടപടി. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് കെ രാധാകൃഷ്ണൻ. മന്ത്രിയായും MLA ആയും ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. പാർലമെന്റിലും തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും പ്രതികരണം. രാജി. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് 3-ാം വർഷം. CPI പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് രമേശ് ചെന്നിത്തല. LDFന്റെ പരാജയ കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് മുഖ്യമന്ത്രി മാത്രം അംഗീകരിക്കുന്നില്ല.
CPM നേതാക്കൾ തുറന്ന് സമ്മതിക്കുമ്പോഴും മുഖ്യമന്ത്രി മുഖം തിരിക്കുന്നു. കുടുംബത്തിനെതിരെ കേസ് വരുമെന്ന് പേടിച്ചാണ് മോദിക്കെതിരെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടാത്തതെന്നും ചെന്നിത്തല. കോൺഗ്രസ് വയനാട് കുടുംബസ്വത്താക്കാനുള്ള ശ്രമത്തിലെന്ന് വി. മുരളീധരൻ. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇത്രയും കുടുംബാധിപത്യമുള്ളൊരു പാർട്ടി ഭൂലോകത്തിലില്ലെന്നും കെ. സുരേന്ദ്രൻ. രാജ്യത്ത് ആദ്യമായല്ല ഒരു നേതാവ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി. സതീശൻ. രാഹുൽ ഗാന്ധി ആരെയും വഞ്ചിച്ചിട്ടില്ല. രാഹുലിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വിജയിക്കുമെന്നും വി. സതീശൻ. കൊച്ചിയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ ഡെങ്കിപ്പനി. കളമശ്ശേരി മുനിസിപ്പാലിറ്റി സൂപ്രണ്ടന്റ് അടക്കം 6 ഉദ്യോഗസ്ഥർക്ക് രോഗം. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യയുടെ ആത്മഹത്യയിൽ സുഹൃത്തിനെ പ്രതി ചേർക്കാൻ ഒരുങ്ങി പോലീസ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ പങ്കില്ലെന്ന് സുഹൃത്തിന്റെ മൊഴി. അടുത്ത ബന്ധുവിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന വൈപ്പിനിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ ഡ്രൈവർ. സജീഷ് നേരത്തെയും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറിയവരെ മുൻപ് പരിചയമില്ലെന്നും ജയ. +1 പ്രവേശന പ്രതിസന്ധിയിൽ കോഴിക്കോട് RDD ഓഫീസിലേക്ക് KSU പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവക്കടത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച NIA. അവയവക്കടത്തിന്റെ മറവിൽ മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. മനുഷ്യക്കടത്ത് മുഖ്യ സൂത്രധാരൻ മധുവിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ CBIക്ക് പോലീസിന്റെ അപേക്ഷ. ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര തിരിച്ചെത്തുന്നു. ഇന്ന് പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ത്രോയിലിറങ്ങും. മത്സരം രാത്രി 9:45. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി ഫോം വീണ്ടെടുക്കാൻ ഇന്ത്യൻ താരം.